നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈശോ മശിഹ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏതാണ്ട് 35ഓളം അത്ഭുതങ്ങൾ ചെയ്തതായി 4 സുവിശേഷങ്ങളിൽ നമുക്ക് രേഖയായി ലഭിച്ചിട്ടുണ്ട്. യേശു അതുകൊണ്ട് ആകെ 35 അത്ഭുതങ്ങളെ ചെയ്തുള്ളൂ എന്ന് കരുതരുത്. നമുക്ക് കിട്ടിയ കണക്കാണ് 35. കാരണം ആ കണക്ക് അതിനപ്പുറത്തേക്ക് പോകും എന്ന ധ്വനി നമുക്ക് നൽകിയ ഒരാളാണ് യോഹന്നാൻ. യോഹന്നാൻ പറഞ്ഞത്, യേശു ചെയ്ത മറ്റു പലതും ഉണ്ട്. യേശു പറഞ്ഞത് ഉണ്ടെന്നല്ല, യേശു ചെയ്ത മറ്റു പലതുമുണ്ട്. അവയെല്ലാം എഴുതിയാൽ, അവയെല്ലാം രേഖയാക്കിയാൽ ആ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. എനിക്ക് ഇന്നും ബൈബിളിൽ ഞാൻ വായിക്കുമ്പോൾ ഞാൻ അന്തം വിട്ടുപോകുന്ന ഒരു ഭാഗമാണ്, ലോകത്തിൽ ഒതുങ്ങാത്ത പുസ്തകമുണ്ടോ? എന്താ യോഹന്നാൻ ഈ കുറിച്ചു വെച്ചത്? അപ്പോൾ യോഹന്നാൻ പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്ത അത്ഭുതങ്ങളുടെ കൃത്യമായ കണക്ക് യോഹന്നാൻ ഉൾപ്പെടെ ലോകത്തിൽ ആർക്കും അറിയില്ല. അത് കണക്കെടുക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തീരാത്തതാണ്. ഹല്ലേലൂയ. അപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത യേശുവിൻ്റെ അത്ഭുത പരമ്പരയിൽ നിന്ന് അതിപ്രാധാന്യമർഹിക്കുന്നതോ ആത്മീകോത്തേജനപ്രദമെന്ന് പരിശുദ്ധാത്മാവിന് ബോധ്യപ്പെട്ടതോ ആയ 35 അത്ഭുതങ്ങളാണ് 4 സുവിശേഷങ്ങളിൽ നമുക്ക് രേഖയായി ലഭിച്ചത്. ഞാൻ ഇന്ന് രാത്രി തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ കർത്താവിന് മഹത്വം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ദൈവം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളുടെ കൃത്യമായ ഒരു കണക്ക് പറയാൻ ഇതിനകത്തിരിക്കുന്ന ആർക്ക് പറ്റും? പറ്റില്ല. എണ്ണിത്തുടങ്ങിയ പൗലോസിന് എണ്ണം തെറ്റിയപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, ഇത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ കഴിയും, എണ്ണമെടുക്കാനാവില്ലെങ്കിലും പറഞ്ഞു തീരാത്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. അങ്ങനെയെങ്കിൽ പിന്നിട്ട ദിനങ്ങളിൽ സംഭവബഹുലമായൊരു സംവത്സരത്തിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന നമുക്ക് ഇതിനകത്തിരിക്കുമ്പോൾ അധരമടക്കി അനങ്ങാതിരിക്കാനാവില്ല. എണ്ണിയാൽ തീരാത്ത നന്മകളും പറഞ്ഞാൽ തീരാത്ത ദാനങ്ങളും ജീവിതത്തിൽ ചെയ്ത കർത്താവിൻ്റെ കരവിരുതും കരുത്തുമോർത്ത് സന്തോഷത്തോടെ ഞാനും കർത്താവിനെ സ്തുതിക്കും. യേശു ചെയ്ത ഈ 35 അത്ഭുതങ്ങളെ കുറഞ്ഞത് ഒരു 6 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 1, യേശു വീട്ടിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 2, യേശു പള്ളിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 3, യേശു വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 4, വെള്ളത്തിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 5, മരുഭൂമിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 6, സെമിത്തേരിയിൽ വെച്ച്. സെമിത്തേരി എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്റ്റാൻഡേർഡ് കൂടിയ പ്രയോഗമാണെങ്കിൽ ശവക്കോട്ടയിൽ വെച്ച് യേശു ചെയ്ത അത്ഭുതം. ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് അവതരിപ്പിക്കുമ്പോഴൊക്കെ എന്നിൽ അധികം ആവേശമുണർത്തുന്ന ഒരു ചിന്തയാണ്, ഞാൻ പ്രസംഗിക്കുന്ന യേശു, എന്നെ രക്ഷിച്ച യേശു,
എൻ്റെ പാപങ്ങൾ മോചിച്ച യേശു, എന്നെ ഞാനാക്കി മാറ്റിയ യേശു ശവക്കോട്ടയിലും ചിലത് ചെയ്യാൻ കഴിവുള്ളവനാണ്. നഷ്ടപ്പെട്ടു പോയവനെ കുറിച്ചുള്ള വേർപാടിൻ്റെ വേദന ഉള്ളിലൊതുക്കി ഒടുവിൽ 2 നുള്ളും മണ്ണും വാരിയിട്ട് നിരാശയോടെ വിട പറഞ്ഞു മറയുന്ന ഇടമാണ് സെമിത്തേരി. പക്ഷെ അവിടെയും ജീവന്റെ തുടിപ്പയക്കാൻ ആമേൻ ഹല്ലേലൂയ കഴിവുള്ളവനാ നമ്മൾ സേവിക്കുന്ന കർത്താവ്. ഈ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇത്ര ആവേശമേ നമുക്കുള്ളൂ. ഈ കർത്താവിൻ്റെ മഹാകരുണയും കൃപയും കരുത്തുമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്കങ്ങനെ നിന്നു പോകാനുള്ള സമയമില്ല. ഞാൻ വിശദീകരണവും വിശകലനവും പരമാവധി കുറച്ച് ഈ ദേശത്തോടും വന്ന ദൈവമക്കളോടും പരിശുദ്ധാത്മാവിന് പറയാനുള്ള തിരുവെഴുത്തിലേക്ക് ഓടി വരാം. അപ്പോൾ യേശു ചെയ്ത 35 അത്ഭുതങ്ങളെ ഇങ്ങനെ 6 തരം തിരിച്ചു പഠിച്ചു വരുമ്പോൾ യേശു താൻ വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട അത്ഭുതമാണ് ഇന്നു രാത്രിയിലത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. അത് നമ്മൾ വായിച്ചു. 12 സംവത്സരമായിട്ട് ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്ന രോഗമുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. രോഗപ്പഴക്കം സംബന്ധിച്ച് ഒരു ചിന്ത പറഞ്ഞാൽ ബൈബിളിൽ നമ്മൾ കാണുന്ന ഏറ്റവും പഴക്കമുള്ള രോഗമെന്ന് പറയുന്നത് 40 വർഷത്തെയാണ്. 40 വർഷം മുടന്തനായിരുന്ന മനുഷ്യൻ. അദ്ദേഹം അമ്മയുടെ ഉദരം മുതലേ രോഗിയാണ്. അങ്ങനെയല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്ന, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ. അപ്പോൾ തൻ്റെ ശാരീരിക പ്രതിസന്ധിക്ക് ആരംഭം ഇട്ടത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെയാണ്. അതൊക്കെ ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ജനിക്കും മുൻപേ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് രോഗിയാകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കഥയാണ്. ആ കുഞ്ഞിൻ്റെ രക്ഷകർത്താക്കളുടെ മനസ്സും ഹൃദയവും എത്രമാത്രം നീറിയിട്ടുണ്ടാവും, വേദനിച്ചിട്ടുണ്ടാവും. അപ്പം അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പഴക്കമുള്ളത് എന്ന് പറയാവുന്ന രോഗപ്പഴക്കം. ഈ 40-ൽ നിന്ന് 2 കുറച്ചാൽ അടുത്ത രോഗപ്പഴക്കം സംബന്ധിച്ച കണക്ക് നമുക്ക് ലഭിക്കും. 38 വർഷം പക്ഷപാത രോഗിയായി കുളക്കരയിൽ കിടന്ന മനുഷ്യൻ. 38 വർഷം. ഈ 38-ൽ നിന്ന് 20 കുറച്ചാൽ അടുത്ത രോഗപ്പഴക്കം നമുക്ക് കിട്ടും. 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീയെ യേശു പള്ളിക്കകത്ത് വെച്ച്, ശബത്തിൽ പള്ളിക്കകത്ത് വെച്ച് സൗഖ്യമാക്കിയ ചരിത്രം നമുക്ക് അറിയാം. ഈ 18-ൽ നിന്ന് 6 കുറച്ചാൽ നമ്മുടെ കുറിവാക്യത്തിലെ കഥാപാത്രത്തിൻ്റെ രോഗപ്പഴക്കം നമുക്ക് കിട്ടുന്നു 12 വർഷം. ഈ 12-ൽ നിന്ന് 4 കുറച്ചാൽ അടുത്ത രോഗപ്പഴക്കം സംബന്ധിച്ച കണക്ക് കിട്ടുന്നു. ഐനയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 8 വർഷം പക്ഷപാത രോഗിയായിരുന്നതിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ 40, 38, 18, 12, 8 എന്നിങ്ങനെ രോഗപ്പഴക്കം സംബന്ധിച്ച ഒരു ചെറിയ കണക്ക് ഈ സന്ദേശത്തോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഞാനൊരു രോഗപ്പഴക്കത്തിൻ്റെ കണക്ക് പറയാനല്ല ഈ ഭാഗം നിങ്ങളുമായി പങ്കുവച്ചത്. എത്ര വർഷത്തെ പഴക്കമുള്ള രോഗം ആണെങ്കിലും ആ രോഗത്തിൻ്റെ മേൽ ജയം നൽകാൻ കഴിവുള്ള ഒരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ, എൻ്റെ പ്രിയ നാട്ടുകാരെ,
ഞങ്ങൾ കഥ പറയുകയല്ല, അനുഭവ ചരിത്രം പറയുകയാ. ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച കർത്താവിനെ, യേശുവിനെ ദേശത്ത് ഉയർത്തുകയാ. എത്ര വർഷം പഴക്കമുള്ള പ്രതിസന്ധിയാണെങ്കിലും അതിൻ്റെ ചുരുളഴിക്കാനും അതിൻ്റെ കെട്ടുപൊട്ടിക്കാനും നിങ്ങളെ സ്വതന്ത്രരാക്കാനും വിടുവിപ്പാനും യേശു ശക്തൻ. ഹല്ലേലൂയ. അപ്പോ യേശു വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതമാണ് ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ചിന്തയ്ക്കാധാരം. ഞാൻ ദൈവമക്കളുടെ സപ്പോർട്ടിന് പ്രത്യേകം നന്ദിയുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ സ്തുതിപ്പിക്കുന്ന ഒരു ജീവിയല്ല. എനിക്ക് ആ സിസ്റ്റത്തോട് ഇത്രയും വർഷമായിട്ടും പൊരുത്തപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല. അത് നമ്മുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു അത് കൂടിക്കൂടി വരികയാണ്. ഓരോ ആശയം പറഞ്ഞിട്ട് ഒരു 2 എണ്ണം പറയാം, പിന്നെ ഒരു 1 എണ്ണം പറയാം, പിന്നെ ഒരു 3 എണ്ണം പറയാം. ഇത് നമുക്കിത് കേൾക്കുമ്പോൾ എന്തോ വാസ്തവത്തിൽ എന്താ ആരാധന എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. നമ്മുടെ മലയാളികളുടെ 3 അല്ലേലിയായ്ക്ക് വേണ്ടി ഒന്നും ഇരിക്കുന്ന ആളല്ല ദൈവം. നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് ഉറങ്ങിയാലും ആരാധനയ്ക്ക് ഒരു പഞ്ഞമില്ലാത്തൊരു ദൈവം എൻ്റെ ദൈവം. പിന്നെ ഈ ഞാനൊരാശയം പറയുമ്പോൾ ആ ആശയത്തോടുള്ള പ്രതികരണം ഞാൻ ചോദിച്ച് മേടിക്കേണ്ടി വരുന്നത് എൻ്റെ ഗതികേടായിട്ടാണ് ഞാൻ കാണും. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഒരാശയം അവതരിപ്പിക്കുമ്പോൾ ആ ആശയം ആത്മാവിൽ തട്ടിയാൽ ആഹ്വാനം ചെയ്യേണ്ട കാര്യമില്ല, അവരറിയാതെ അതരം തുറക്കും. ഞാൻ അങ്ങനെയുള്ള ശുദ്ധമായ ആരാധനയ്ക്ക് ഒത്തിരി വില കൊടുക്കുന്ന ഒരു ഉപദേശിയാണ്. അങ്ങനെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്ന കുറച്ച് പേരെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ 38 വർഷം പക്ഷപാത രോഗിയായി കിടന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്ക് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കാം. ഈ പക്ഷപാതം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു സൈഡിനെ കുഴപ്പമുള്ളൂ. പക്ഷപാതം എന്ന് പറഞ്ഞാൽ ഒരു കൈ അനങ്ങുകയില്ല, ഒരു കാലും അനങ്ങുകയില്ല, ഒരു സൈഡ് കുഴപ്പമില്ല. അതൊക്കെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മളെയൊക്കെ മൊത്തത്തിൽ വിലയിരുത്തിയാൽ നമ്മുടെയൊക്കെ ഒരു സൈഡ് കുഴപ്പമില്ല. ഒരു സൈഡ് കുഴപ്പമില്ലാത്ത രോഗമാണ്, ഒരു സൈഡ് കുഴപ്പമുള്ള രോഗമാണ് പക്ഷപാതം. അപ്പോൾ ഒരു സൈഡ് കുഴപ്പമില്ലാത്ത, അപ്പോൾ പക്ഷപാത രോഗം ഇന്നത്തെ തലമുറയിൽ ആത്മീയ ഗോളത്തിൽ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, ഞാനൊരു 41 വർഷമായി സഭയുടെ പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 7 വർഷം ഇരുന്ന ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമായിരുന്നു ജോണി സഹോദരനും കുടുംബവും. അപ്പോൾ അതുകൊണ്ട് സഭയുടെ ശുശ്രൂഷകനായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറയാണ്, ഈ പക്ഷപാതമുള്ളവരെ ശ്രദ്ധിച്ചാൽ അവർ ഈ ചിലർക്ക് കൈ കൊടുക്കും, ചിലർക്ക് കൈ കൊടുക്കത്തില്ല, ചിലർക്ക് കയ്യിൽ കൊടുക്കും, ചിലരതുമില്ല. അപ്പം ഈ കൈ കൊടുക്കുന്നതും കയ്യിൽ കൊടുക്കുന്നതും രണ്ടും രണ്ടാണ്. ചിലരോട് മിണ്ടും, ചിലരോട് മിണ്ടുകയില്ല. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകും, ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകത്തില്ല. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകും, പക്ഷേ പപ്സ് തിന്നാൻ നിൽക്കത്തില്ല, അവിടുന്ന് പോവാണ്, വിട്ടു പോവാണ്. അങ്ങനെയുള്ള ആരും ഈ ചെറുതന ഏരിയയിലില്ലെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ആരെങ്കിലും ഈ ദേശത്ത് ദൈവത്തെ സേവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മടങ്ങി വരവിന് വേണ്ടിയും കൂടെ ഉള്ളതായി കൺവെൻഷൻ. ഹല്ലേലൂയ. നമ്മുടെ സൗന്ദര്യപ്പിണക്കം ഒന്നും കണ്ട് ആസ്വദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. എൻ്റെ ആഗ്രഹം എന്നാണെന്നറിയോ, ഞാൻ ചർച്ചിൽ പറയുന്നതായിരുന്നു, നമുക്ക് ഈ ചില മീറ്റിങ്ങുകളൊക്കെ കഴിയുമ്പോൾ ചർച്ചിൽ പരാതി വരും, പാസ്റ്ററെ ഞാൻ 48 പപ്സ് മേടിച്ചു, 30 എണ്ണമേ ചിലവായുള്ളൂ, 18 എണ്ണം ബാക്കി വന്നു. ഒരു രാത്രിയോഗത്തിനൊക്കെ ആരൊക്കെ പപ്സ് കഴിക്കാതെ പോയെന്ന ഈ വെള്ളെഴുത്തുള്ള തള്ള അത് രാത്രി കണ്ടുപിടിക്കുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും അത്ഭുതമായിട്ടിരിക്കുക. നിങ്ങളെ കുറ്റം പറഞ്ഞില്ല, ഞാൻ എറണാകുളത്തെ കാര്യം പറഞ്ഞതാണ്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അത് പ്രശ്നമാക്കുകയാണ്. പക്ഷേ അത് അവർ ഇന്നാരൊക്കെ കഴിക്കാതെ പോയി. ഞാൻ സത്യത്തിൽ പപ്സ് കേസ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. പിന്നെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറയുന്നൊരു കാര്യം പറയാം,
എൻ്റെ ആൻറ്റി കുറച്ച് പപ്സ് ബാക്കി വന്നു, ആളുകൾ ചിലർ കഴിക്കാതെ പോയി. വിഷമിക്കണ്ട, അത് നാളെ നമുക്ക് ചൂടാക്കി കഴിക്കരുതോ? നമ്മുടെ പരിഹാരം അതാ. അല്ലാതെ നമ്മളും അതിൻ്റെ പുറകെ പോകണം, തിന്നാത്തവരുടെ കണക്കെടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പക്ഷപാത രോഗമൊന്നും നമ്മുടെ ഇടയിൽ ഇല്ലാതിരിക്കട്ടെ. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും സഹകരിക്കുക, എല്ലാവരോടും സംസാരിക്കുക. അതല്ലേ ഒരു നല്ല പച്ച മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ. അങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടു. പക്ഷേ എന്തോ നമ്മുടെ ഭാരതത്തിൻ്റെ ചിത്രം വളരെ വികലമാണ്, വികൃതമാണ്. ഭാരതം മതാടിസ്ഥാനത്തിൽ അല്ലേ, മതാടിസ്ഥാനത്തിലാണ്, ജാതി അടിസ്ഥാനത്തിലാണ് ഇന്ന് മിണ്ടലും പറച്ചിലും സഹകരണവുമൊക്കെ. അതാണ് നമ്മുടെ നാടിൻ്റെ ശാപം. നമുക്ക് ഒറ്റ മതമേ ഉള്ളൂ, അത് മനുഷ്യനാണ്. മനുഷ്യരെ മനുഷ്യരായി കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട് എത്ര സമാധാനമുള്ളതായിരുന്നേനെ. പോട്ടെ, ആ ഭാഗം വിടുന്നു. അപ്പോൾ നമുക്ക് ഈ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ഈ വേദഭാഗത്ത് നിന്ന് 4 ചിന്തകളാണ്, അഥവാ 4 പദങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ശ്രദ്ധിക്കണം, യേശുവിനെ കുറിച്ച് കേട്ടു. ഒന്നാമത്തെ പദം. രണ്ടാമത്തെ പദം, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. എന്താണ് ഈ സ്ത്രീ ഇപ്പോൾ പറയുന്നത്? ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഇപ്പം രണ്ടാമത്തെ പദം പറഞ്ഞു, കേട്ടു, പറഞ്ഞു. മൂന്നാമത്തെ പദം, പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. തൊട്ടാൽ രക്ഷപ്പെടുമെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അവൾ എന്തു പറഞ്ഞോ അവൾ അത് ചെയ്തു. തൊട്ടാലാണ് തൊട്ടാൽ രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്, തൊട്ടു. അപ്പൊ മൂന്നാമത്തെ പദം തൊട്ടു. അപ്പോ കേട്ടതിൻ്റെയും പറഞ്ഞതിൻ്റെയും തൊട്ടതിൻ്റെയും റിസൾട്ടാണ് അടുത്ത വാക്യത്തിൽ. ബാധ മാറി താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മനിയോഗത്താൽ പറയട്ടെ, ഒരു പ്രസംഗം കേട്ടു മടങ്ങുകയല്ല ഇന്ന് നമ്മൾ ഈ കർത്താവിനെ ഒന്ന് അറിഞ്ഞിട്ട്, എങ്ങനെ വായിച്ചോ കേട്ടോ അല്ല, ഈ കർത്താവിനെ ഒന്ന് അനുഭവിച്ചറിഞ്ഞിട്ട് മടങ്ങണം. അറിഞ്ഞിട്ട് മടങ്ങണം. അപ്പൊ ഈ 4 പദങ്ങൾ ഇതാകുമ്പം ഈ വാക്യം മുഴുവൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ 4 പദങ്ങൾ ഓർത്തിരിക്കാമല്ലോ. കേട്ടു, പറഞ്ഞു, തൊട്ടു, അറിഞ്ഞു. കേട്ടു, പറഞ്ഞു, തൊട്ടു, അറിഞ്ഞു. യേശുവിനെ കുറിച്ച് കേട്ടു എന്നാണ് നമ്മൾ വായിച്ചത്. ആ പദത്തിന്റെ അർത്ഥം എന്താണ്? ഈ വാക്യത്തിൽ 12 വർഷമായിട്ട് 12 വർഷത്തിനിടയിൽ ഈ സ്ത്രീ കേട്ടത് പല വൈദ്യന്മാരെ കുറിച്ചാണ്. അത് ഈ വാക്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി, കണ്ടോ, പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു. അപ്പോ കേട്ടിടത്തൊക്കെ ഏതൊക്കെ വൈദ്യന്മാര് എവിടെയൊക്കെ ഉണ്ടെന്ന് ഈ സ്ത്രീ കേട്ടോ
അവരുടെ എല്ലാം അടുക്കൽ പണവുമായി പോയി. ഒന്നുകൂടെ പറഞ്ഞാൽ, രോഗവിമുക്തിക്ക് ഈ വാക്യത്തിലെ പദം വെച്ച് പറഞ്ഞാൽ രക്ഷപ്പെടാൻ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ പല രക്ഷകന്മാരുടെ അടുക്കൽ. അതല്ലേ എൻ്റെ അർത്ഥം, അതല്ലേ ആ വാക്യത്തിൻ്റെ അർത്ഥം. കുറച്ചു പേരും കൂടെ എൻ്റെ കൂടെ വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ചാണ് ഈ സന്ദേശം ദേശത്തോട് പറയുന്നത്. എനിക്ക് കൺവെൻഷനായിട്ട് തന്നെ നടക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ്. കൺവെൻഷൻ കാത്തിരിപ്പിയോ ആകരുതെന്ന് നിർബന്ധമുള്ള ആളാണ്. പക്ഷേ ഞാൻ കൈയടിക്കുന്നതിനോ പാടുന്നതിനോ അന്യഭാഷ പറയുന്നതിനൊന്നും എതിരല്ല. ഇതിനൊന്നിനും അല്ല നമ്മൾ വന്നത്. നമ്മൾ ഈ ദേശത്തോട് നമ്മുടെ കർത്താവിൻ്റെ വിടുതലിൻ്റെ സന്ദേശം പങ്കുവെക്കാനാണ്. ആമേൻ. അപ്പോൾ അതുകൊണ്ട് എന്നോടൊപ്പം ദൈവമക്കൾ നിൽക്കുക. അപ്പം ഈ പല വൈദ്യന്മാരാൽ ഏറിയോ എന്ന് സഹിച്ചെന്ന് പറയുമ്പോൾ ഈ സ്ത്രീ കേട്ട രക്ഷകന്മാരെ ഒക്കെ പരീക്ഷിച്ചു പണം കൊടുത്ത്. സഹൃദയരെ, ഭാരതത്തിന്റെ, കേരളത്തിന്റെ ഇന്നത്തെ പശ്ചാത്തലം നോക്കൂ. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ രക്ഷകന്മാരുടെ അടുക്കൽ വെറും കൈയോടെ പോയിക്കൂടാ. അതാണ് നമ്മുടെ നാടിന്റെ ചിത്രം. അതാണ് നമ്മുടെ ഭാരതത്തിന്റെ മതസംസ്കാരം, അല്ലേ? രക്ഷകന്മാരുടെ അടുക്കൽ രക്ഷയ്ക്കായി പോകുന്നവർ വെറും കൈയോടെ പോയിക്കൂടാ. അവരുടെ കയ്യിൽ കാശുണ്ടാവണം. ഞാനൊരു കണ്ണൂർ ജില്ലയിൽ ജനിച്ചു വളർത്തപ്പെട്ടയാളാണ്. മധ്യ തിരുവിതാംകൂറുകാരനാണ്. 17 വയസ്സ് വരെ വളർന്നത് കണ്ണൂരാണ്. കേരളത്തിലെ 14 ജില്ലകൾ നിങ്ങൾ ഒന്ന് ചെറുതായി പഠന വിധേയമാക്കൂ. നമുക്ക് ജില്ലകൾ തോറും രക്ഷാസങ്കേതങ്ങളുണ്ട്. മനുഷ്യനെ രക്ഷിക്കാം എന്ന് പറഞ്ഞ്, മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാം എന്ന് പറഞ്ഞ് ഉദയം ചെയ്ത ഒരുപാട് രക്ഷകന്മാരും രക്ഷാസങ്കേതങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. വിശേഷിച്ച് ഡിസംബർ ജനുവരി മാസം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി പരക്കം പായുന്ന മാസങ്ങളാണ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വചനഭാഗം കൈകാര്യം ചെയ്യുമ്പോൾ ഈ വാള് എങ്ങോട്ടാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്, ആമേൻ, ആത്മാവിൽ അറിയാവുന്ന ദൈവമക്കൾ വെറുതെ കേൾവിക്കാരെ പോലെ ഇരിക്കരുത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളുടെ ആത്മനിയോഗത്താൽ ഒരു കാര്യം പറയാം. രക്ഷകന്മാരെ മാറി മാറി പരീക്ഷിച്ച് പണം ചിലവഴിച്ച് പരാജയപ്പെട്ട ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി യഥാർത്ഥ രക്ഷകനെ, ഒന്നുകൂടെ പറഞ്ഞാൽ 5 നയ പൈസ ആത്മാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ സൗജന്യമായി രക്ഷ നൽകാൻ ഉലകത്തിൽ ഒരു രക്ഷകനേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. പ്രിയരെ, ഞങ്ങളെ തല്ലിയാലും, ഞങ്ങളുടെ പള്ളി തകർത്താലും, ഞങ്ങളെ കൊന്നാലും അടുത്ത ജനറേഷൻ ഇതുമായി എഴുന്നേൽക്കും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ സന്ദേശത്തിന്റെ പ്രചാരകർക്കും പ്രചരണത്തിനും എതിരെ എതിർപ്പുകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് പണ്ടേ തുടങ്ങിയതാ. എന്നിട്ടും എന്തേ ഇത് കെട്ടടങ്ങുന്നില്ല? എന്തേ ഈ പ്രസംഗം നിർത്തുന്നില്ല? ഇത്രയും ഏറുകൊണ്ടിട്ടും, ഇത്രയും തല്ലുകൊണ്ടിട്ടും, ഇത്രയും പേരെ പിടിച്ച് ജയിലിലിട്ടിട്ടും എന്തേ ഈ ശബ്ദത്തെ തടയാൻ ആർക്കും ആവില്ല?
ആർക്കുമാവില്ല. അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. ആ രക്ഷകൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഞാൻ എൻ്റെ ശരീരാത്മദേഹികളിൽ ഇന്ന് രാത്രി അനുഭവിക്കുന്നുണ്ട്. ആമേൻ. അപ്പം നമുക്ക് അങ്ങനെ വിശദീകരിക്കാൻ നേരമില്ല, പെട്ടെന്ന് പോട്ടെ. അപ്പോൾ പല വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം മനസ്സിലായോ? കേട്ട വൈദ്യന്മാരുടെ അടുത്തെല്ലാം ഇവൾ പൈസയായിട്ട് പോയി. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? ഏറിയോന്ന് സഹിച്ചു, തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. പിന്നെ വേണം നമ്മുടെ ആ വാചകത്തിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ. ഒരു സ്ത്രീ മറ്റൊരു രക്ഷകനെ കുറിച്ച് കേട്ടു. ഹല്ലേലൂയ. അതാണ് ഈ വാക്യത്തിന്റെ പ്രത്യേകത. യേശുവിന്റെ വർത്തമാനം കേട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി ഈ സ്ത്രീ പരീക്ഷിക്കാൻ ഒരാളെ ഉള്ളൂ. ബാക്കി എല്ലാ രക്ഷകന്മാരെയും ഈ സ്ത്രീ പരീക്ഷിച്ചു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചെന്ന് പറഞ്ഞാൽ കാശ് കയ്യിൽ നിന്ന് തീർന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഞാൻ മനസ്സിലാക്കിയൊരു ചിന്ത പറയാം. രക്ഷകന്മാരെല്ലാം രക്ഷപ്പെട്ടു. കാരണം ഈ സ്ത്രീയുടെ കാശ് മുഴുവൻ ആരുടെ കയ്യിലായി? രക്ഷകന്മാരുടെ കയ്യിലായി. അവരെ റബ്ബർ തോട്ടം എഴുതിച്ചു, അവരങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് പിന്നെ ട്രസ്റ്റായി. കാരണം പൈസ ഒരുപാട് വന്നു തുടങ്ങിയപ്പോൾ പിന്നെ ഇത് ഇത്രയും രൂപ ഭക്തന്മാർ കൊണ്ട് എറിയുമ്പം പിന്നെ ഇത് ബാങ്കിൽ കൊണ്ട് ഇടാനൊക്കൂ. അതുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി മേടിച്ചു, പിന്നെ ട്രസ്റ്റായി. എന്തോ പറയുന്നു, ബാക്കി എനിക്കറിയത്തില്ല, നിങ്ങൾ പൂരിപ്പിക്കുക. നിങ്ങൾക്ക് മനസ്സിലായല്ലേ? നിങ്ങളുടെ മുഖം കണ്ടപ്പം മനസ്സിലായി, കൃത്യമായിട്ട് മനസ്സിലായെന്ന്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ആത്മാക്കളുടെ കയ്യിൽ നിന്ന് ആദായം കൈപ്പറ്റിയ രക്ഷകന്മാർ അവർ കോടീശ്വരന്മാരായി. പക്ഷേ ഒരു കോടിമുണ്ട് പോലും ഈ രക്ഷയ്ക്കായി ചെന്നവർക്ക് കിട്ടിയില്ല. അത് അങ്ങനെ നമ്മുടെ ഇടയിൽ അങ്ങനെ പണ്ടൊരു വ്യാപാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഒരു മോഹന വാഗ്ദാനങ്ങളും കൊടുക്കരുത്. യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനവും അനുഗ്രഹവും പാപമോചനമാണ്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 22-23 വർഷം മുമ്പാണ് ഞാൻ ആ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. സൈക്കിളുമായി വരുവീൻ, കോളീസുമായി പോകുവീൻ. ഇങ്ങനെയുള്ള വാൾ പോസ്റ്റ് കണ്ടാൽ സൈക്കിൾ ഇല്ലാത്തവൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകും. പക്ഷെ ഇപ്പോൾ അവരെല്ലാം എങ്ങാണ്ട് മൂലയ്ക്ക് ഒതുങ്ങി കേട്ടോ, മൂലയ്ക്ക് ഒതുങ്ങി. കാരണം കോളീസ് നിർത്തിയല്ലോ. ഹല്ലേലൂയ. എന്താ ഇത്? നോ, അതൊന്നുമല്ല സുവിശേഷത്തിൻ്റെ പ്രസക്തി. ഇതൊന്നുമല്ല സുവിശേഷത്തിൻ്റെ പ്രസക്തി. ലോകത്തിലെ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ പാപം എത്ര കടുഞ്ചുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നതാ സുവിശേഷത്തിന്റെ പ്രസക്തി. പോടെ, നമുക്ക് അവിടെ നിൽക്കാൻ നേരമില്ല. അപ്പോ നിങ്ങൾ നോക്കൂ, കേട്ടു, യേശുവിനെ കുറിച്ച് കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെയൊക്കെ മരണം വരെ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു കർത്താവിൻ്റെ മശിഹായുടെ മടങ്ങി വരവ് വരെ ഈ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയോ? കേൾക്കാൻ. ഇത് കേൾപ്പിക്കണമെന്ന് തന്നെയാണ് വചനത്തിലുള്ളത്. കാരണം ഞങ്ങളുടെ ലീഡർ, ഞങ്ങളുടെ നേതാവ് യേശു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, ഞങ്ങൾക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. യേശുവിനെ കുറിച്ച് കേട്ടു. ശ്രദ്ധിക്കണേ, യേശുവിനെ കണ്ടില്ല. ഈ സ്ത്രീ യേശുവിനെ കണ്ടില്ല, കേട്ടു. കേൾവിക്ക് ശേഷം ആ സ്ത്രീ പറഞ്ഞ വാചകമാണ് 28.
അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. മതി, നിൽക്കട്ടെ. യോ, ഞാൻ വിചാരിച്ച ആ വാക്യം വായിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ ഗ്ലോറിയെങ്കിലും ആരെങ്കിലും പറയുമെന്ന്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പറയിപ്പിക്കുന്നത് ശരിയാണ്. 2 എണ്ണം പറയാം, 3 എണ്ണം പറയാം. ഇതന്നെ അംഗൻവാടിയാണ്. ഒരു 3 എണ്ണം പറഞ്ഞാട്ടെ, ഒരു 4 എണ്ണം പറഞ്ഞാട്ടെ. ചിലർ പറഞ്ഞാൽ അടുത്തിരിക്കുന്നയാളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചോണ്ട്. എന്താ അതൊക്കെ? ആ മലയാളമൊക്കെ. ചിരി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ 16 പേശികൾ ഒരുപോലെ വർക്ക് ചെയ്യുമ്പോൾ, സ്വാഭാവികമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് ചിരി. എൻ്റെ വീഡിയോ ആരുടെയില്ലല്ലോ? ഉണ്ടോ? ഇല്ല. അതിൻ്റെ ഫോട്ടോയും ആരും എടുത്തു വെക്കത്തില്ല, കാരണം കാണാൻ കൊള്ളത്തില്ല. അല്ലേലും കാണാൻ കൊള്ളുകയില്ല. അപ്പം പിന്നെ കോപിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഈ കണ്ടിട്ടില്ല, ഈ ഞരമ്പെല്ലാം കൂടെ അങ്ങോട്ട് പിടച്ച് കണ്ണെല്ലാം മിഴിച്ച് ചുമന്ന് ഞാൻ ചോദിക്കട്ടെ, എന്താ നമ്മുടെ ആ ഓമനത്വമുള്ള മുഖം അങ്ങനെ വികൃതമാകുന്നതിൻ്റെ കാര്യം എന്നാ? ആ പേശികളെല്ലാം കൂടെ വരിഞ്ഞു മുറുകുമ്പോൾ ഉണ്ടാകുന്ന വൈകൃതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പഴയ ആളുകൾ പറയുന്നത് ചിരിക്കുന്നതാണ് ആയുസ്സിന് നല്ലത്. ചിരിക്കുന്നത് ആയുസ്സിന് നല്ലതാണെന്ന് പറഞ്ഞ് നാളെ പകല് ഈ റോഡേ നടന്ന് ചിരിക്കരുത്, അത് അസുഖം വേറെയാണ് എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലമാകും. പക്ഷെ ചിരിക്കണം. എനിക്കും തോന്നിയിട്ടുണ്ട്, നമ്മളൊരു 4-5 പേര് ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ചിരിക്കുമ്പോൾ ചിലർ ചിരിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ ചിരിക്കത്തില്ല. ചിരിക്കാത്തവരോട് ആ തമാശ പറഞ്ഞ ആളിന് വിഷമവും തോന്നും. കാരണം ഞാനൊരു തമാശ പറഞ്ഞിട്ട് ആ പുള്ളി അവരോട് വിഷമിക്കരുത്, കാരണം പുള്ളിക്ക് പേശി സംബന്ധമായ എന്തോ തകരാറുണ്ട്. ഹല്ലേലൂയ. അല്ല, നമ്മൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ കാണണമെന്ന് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമ്മളൊന്ന് ചിരിച്ചില്ല എന്നും കരുതി നമ്മൾ അതൊന്നും ഒരു ഇഷ്യൂ ആക്കരുത്. ഹല്ലേലൂയ. ഒന്നുമില്ലേലും എല്ലാവരും ഒന്ന് ചിരിച്ചല്ലോ, അത് മതി. അപ്പോൾ ശ്രദ്ധിക്കൂ, ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. യേശുവിനെ കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. കേൾവിക്ക് ശേഷം ഈ സ്ത്രീ പറയാണ്, അവൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന്. വാസ്തവത്തിൽ എന്താ ഈ സ്ത്രീ പറയുന്നത്? 12 വർഷമായി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. കാശ് മുഴുവൻ ചിലവാക്കി. വാസ്തവത്തിൽ ഈ രോഗത്തിൻ്റെ ഗൗരവം ലേവ്യ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിക്കേണ്ടത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിലൊക്കെ കൃത്യമായിട്ടുണ്ട്, വായിക്കണ്ട. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ അടങ്ങിയിരിക്കുന്നത്. മോശ, പഞ്ചഗ്രന്ഥങ്ങളുടെ ഉടമസ്ഥനായ മോശ പറയുകയാണ്, കാരണം ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. അപ്പൊ രക്തം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. അപ്പൊ ഈ രോഗം മാരകമാണ്, ജീവൻ നഷ്ടപ്പെടുത്തുന്ന രോഗമാണ് ഈ സ്ത്രീയെ ബാധിച്ചിരിക്കുന്നത്. അതിഭീകരമാണ് ഈ രോഗം. അതുകൊണ്ടാണ് മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്ത് ചികിത്സിച്ചത്. കാരണം അവൾക്കറിയാം ഈ രോഗം ഭീകരമാണ്, മാരകമാണ്. രക്ഷപ്പെടാൻ എവിടെയൊക്കെ മുട്ടാമോ ആ വാതിലുകളെല്ലാം മുട്ടി. അങ്ങനെ ഇരിക്കവെയാണ് യേശുവിനെ കുറിച്ച് കേട്ടത്. ആ സ്ത്രീയെ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഒരൊറ്റ വാക്കാണ് ഇപ്പം പറയുന്നത്. എന്താ? ഞാൻ രക്ഷപ്പെടും. നാടൻ ഭാഷ പറഞ്ഞാൽ എനിക്കൊരു വിടുതലുണ്ട്, എനിക്കൊരു വിടുതലുണ്ട്. ഇനി രക്ഷപ്പെടും എന്ന് പറഞ്ഞെന്നാണ് ഞാൻ ചോദിക്കട്ടെ. രക്ഷപ്പെടും എന്നുള്ള വാക്ക് വിശ്വാസത്തിൻ്റെ വാക്കാണ്. ഞാൻ രക്ഷപ്പെടും എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ വിശ്വാസമാണ്. ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ഈ വിശ്വാസം ഉണ്ടായത്? അതാണ് ആദ്യത്തെ വാക്യത്തിൽ, യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അതാണ് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, വിശ്വാസം കേൾവിയാൽ. കണ്ടോ, ആ വചനത്തെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന റൂട്ട് കണ്ടോ? അപ്പൊ ഈ സ്ത്രീയിൽ വിശ്വാസം ജനിച്ചത് യേശുവിനെ കുറിച്ചുള്ള കേൾവിയിലൂടെയാണ്.
അപ്പോൾ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കണ്ടോ, പ്രസംഗിക്കണം, പ്രസംഗം കേൾക്കണം. അത് രക്ഷയുടെ ഒരു ഉപാധിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇന്നും നമുക്കൊക്കെ പോലീസ് അധികാരികൾ ഈ ഉച്ചഭാഷണി ഉപയോഗിച്ച് പ്രസംഗിക്കാൻ സാങ്ഷൻ തരുന്നത്. ഇത് മതേതര ഭാരതമല്ലേ? ഇത് ഒരു മതത്തിൻ്റെയും കുത്തകാവകാശമുള്ള കുത്തകയല്ലല്ലോ ഭാരതം. എല്ലാവർക്കും തുല്യാവകാശമാണ്. അവരവർ വിശ്വസിക്കുന്ന സത്യം മൈക്ക് വെച്ച് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ പിറന്നു വളരാൻ അവസരം ലഭിച്ചതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ വിശ്വാസം, അപ്പോ കേട്ടു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? രക്ഷപ്പെടും. പക്ഷേ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ഇവളുടെ ഈ വിശ്വാസത്തിനകത്തൊരു പ്രവൃത്തിയുണ്ട്. കണ്ടോ? എന്ത് ചെയ്താൽ? തൊട്ടാൽ രക്ഷപ്പെടും. അപ്പൊ രക്ഷപ്പെടും 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 എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ രക്ഷപ്പെടുകയല്ലെന്നല്ലേ ആ വാക്യത്തിന്റെ അർത്ഥം? വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരണം. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരണം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന ആയുഷ്കാലം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നാൽ രക്ഷപ്പെടുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ ലഭിച്ച വിശ്വാസം പ്രവൃത്തിയിലേക്ക് എത്തണം. ഹല്ലേലൂയ. അപ്പോ എന്താണ് ഇവളുടെ വിശ്വാസത്തിനകത്തെ പ്രവൃത്തി? തൊടണം. തൊട്ടാൽ രക്ഷപ്പെടും. അപ്പൊ തൊടുക എന്നുള്ളതാണ്. ഇവിടെ ഒന്ന് നിൽക്കേണ്ടതുണ്ട്, ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യഹൂദ മതത്തിൻ്റെ സമുദായത്തിൻ്റെ പഠിപ്പിക്കൽ അനുസരിച്ച് ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്ന രോഗമുള്ള ഒരാൾ ആരെയും തൊടാൻ പാടില്ല. ഈ പോഡിയത്തെ തൊട്ടാൽ ഈ പോഡിയം അശുദ്ധമാകും. യഹൂദ മതം പഠിപ്പിക്കുന്ന അനുസരിച്ച് 7 ദിവസത്തേന് പിന്നെ ഈ പോഡിയം ഉപയോഗിക്കാൻ പാടില്ല. ഈ കസേരയെ തൊട്ടാൽ കസേര 7 ദിവസം അശുദ്ധമാകും. അപ്പോ ശ്രദ്ധിക്കണേ, ഈ സ്ത്രീയുടെ മതം പറയുന്നു, സമുദായം പറയുന്നു, തൊടരുത്. തൊട്ടാൽ അശുദ്ധമാവും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന ആശയം ശ്രദ്ധിക്കണം. ആമേൻ. ഈ സ്ത്രീയുടെ വിശ്വാസം പറയുന്നു തൊട്ടാൽ രക്ഷപ്പെടും. പക്ഷേ മതം പറയുന്നു തൊടരുത്, തൊട്ടാൽ അശുദ്ധമാകും. ഇനി നിങ്ങൾ പറ, മതത്തിന് കീഴ്പ്പെടണോ വിശ്വാസത്തിന് കീഴ്പ്പെടണോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിശക്തമായി ഈ ദേശത്തോട് വാദിക്കുന്ന എനിക്ക് ആത്മാവിൽ നന്നായിട്ടറിയാം. ഞാൻ ഒരു മതത്തിനും എതിരല്ല. എൻ്റെ ചോദ്യം, രക്ഷപ്പെടും എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. എനിക്കാവശ്യം എന്താണ്? രക്ഷയാണ്. എനിക്കാവശ്യം രക്ഷയാണ്. അത് വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ, അഥവാ വിശ്വാസത്തിൻ്റെ ആ പ്രവൃത്തിയിലൂടെ എനിക്ക് രക്ഷയുണ്ടെങ്കിൽ എൻ്റെ രക്ഷയേക്കാൾ, എൻ്റെ വിടുതലിനേക്കാൾ വലുതാണോ എൻ്റെ പാരമ്പര്യം? രക്തത്താൽ ജയം. ലഭിച്ച വിശ്വാസത്തിനനുസരിച്ച് രക്ഷകനിലേക്ക് ചുവട് വെക്കാൻ അനുവദിക്കാതെ
ആത്മാക്കളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന പാരമ്പര്യത്തിന്റെ മേൽ ഇന്നു രാത്രി ദൈവവചനത്തിന്റെ വാള് ഉയർന്നു താഴുന്നു കേട്ടോ. ആത്മഭാരമുള്ള കുറച്ചു പേർക്ക് മനസ്സിലായി കാണും ഈ സന്ദേശത്തിന്റെ ഉൾപ്പൊരുൾ എന്ന് പറഞ്ഞാൽ, വിശ്വാസമകത്തുള്ള ആ സ്ത്രീക്ക് വിശ്വാസത്താലുള്ള രക്ഷയിലേക്ക് വരാൻ അനുവദിക്കാതെ മതത്തിന്റെ മൂടുപടം ആ സ്ത്രീയെ പിടിച്ചമർച്ച ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ആ സ്ത്രീയുടെ മനസ്സൊന്ന് വായിച്ചേ. തൊട്ടാൽ രക്ഷപ്പെടുമെന്ന് വിശ്വാസം, തൊട്ടാൽ അശുദ്ധമാകുമെന്ന് മതം. ആ സ്ത്രീ ഉറച്ച തീരുമാനം എടുക്കുകയാണ്. കാരണം എന്നെ രക്ഷയിലേക്ക് നയിക്കാത്ത, എന്നെ വിടുതലിലേക്ക് നയിക്കാത്ത പാരമ്പര്യമല്ല എനിക്ക് വലുത്. എനിക്ക് വലുത് വിടുതലാണ്. പുരുഷാരത്തിൽ കൂടെ വേച്ചും വിറച്ചും അവൾ യേശുവിൻ്റെ അടുക്കലെത്തി. എന്നോടൊപ്പം വരണം. വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഞാൻ ഈ സന്ദേശം നിർത്താം. ശ്രദ്ധിക്കണേ. അവൾ യേശുവിൻ്റെ സമീപം വന്നു. മതം അവിടെ കൂടിയിട്ടുണ്ട്. മതം അവളോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുക. തൊടരുത്, പോകരുത്, പ്രാർത്ഥനയ്ക്ക് പോകരുത്, കൺവെൻഷന് പോകരുത്, ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കരുത്, അവരോട് സഹകരിക്കരുത്, അവരോട് മിണ്ടരുത്. നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം. നിങ്ങൾ രക്ഷപ്പെടുന്നതിനെതിരായി നിൽക്കുന്ന ഒരധികാരിയുണ്ട് ഈ ദേശത്ത്. ഞങ്ങളതിനെ ദേശാധിപതി എന്നൊക്കെ വിളിക്കും, അല്ലെങ്കിൽ ദുഷ്ടപിശാചെന്ന് വിളിക്കും. രണ്ടും കൽപ്പിച്ച് ഈ സ്ത്രീ മതത്തിൻ്റെ ചട്ടക്കൂട് മറികടന്ന് ഈ ദേശത്ത് അത് സംഭവിക്കട്ടെ. 2026 ആരംഭ നാളുകളിൽ ചില ചട്ടക്കൂടുകൾ പൊളിഞ്ഞ്, ചില പാരമ്പര്യത്തിൻ്റെ കോട്ട കൊത്തളങ്ങൾ തകർന്ന് ചിലർ സത്യത്തിലേക്ക് വരട്ടെ. തൊട്ടു അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. കാരണം തൊട്ടാൽ രക്ഷപ്പെടുമെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടു, രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. തൊട്ടാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞത് കൊണ്ട് അവൾ തൊട്ടു. കേട്ടു, പറഞ്ഞു, തൊട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ടാ. തൊട്ടല്ലേ, അടുത്ത വർഷം ഈ സീസണിൽ വീണ്ടും കുറച്ച് കാശുമായിട്ട് വരുവീൻ എന്നല്ല ഈ രക്ഷകന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട്, ക്ഷണത്തിൽ. അതിനകത്ത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി? മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് അവധി വെക്കാത്തൊരു രക്ഷകൻ. ആമേൻ, ആമേൻ. പണം പിരിക്കാത്തൊരു രക്ഷകൻ, ആത്മാക്കളുടെ ആദായം അപകരിക്കാത്ത ഒരു രക്ഷകൻ. അങ്ങനെ ഒരു രക്ഷകനെ ഉലകത്തിലുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അത്രേ. ഹല്ലേലൂയ. അടുത്ത പദമാണ് ക്ഷണത്തിൽ. അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് അവൾ അറിഞ്ഞത്? അവൾ എന്തു പറഞ്ഞോ അതവൾ അറിഞ്ഞു. എന്താ അവൾ പറഞ്ഞത്? ഞാൻ രക്ഷപ്പെടും, അല്ലേ? കണ്ടോ, ആ റൂട്ട് വിട്ട് ചിലരുടെ മനസ്സിൽ ഇപ്പോഴും ചിലത് കയറിയിട്ടില്ല. അവൾ പറഞ്ഞതെന്താ? ഞാൻ രക്ഷപ്പെടുമെന്ന്. അങ്ങനെയെങ്കിൽ അവളിപ്പോൾ അറിഞ്ഞതെന്താ? അവളിപ്പോൾ അറിഞ്ഞത് രക്ഷയാണ്. അവളിപ്പോൾ അറിഞ്ഞത് രക്ഷകനെയാണ്. ഗ്ലോറി. പ്രിയരെ, ഇതാ സുവിശേഷം. ഇതത്രേ സുവിശേഷം. ശരീരത്തിൽ അറിഞ്ഞു. ഒരു വാചകം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. 29 വാക്യത്തില് ബാധ മാറി സ്വസ്ഥയായി. അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, ലോജിക്കാണെങ്കിൽ ആമേൻ പറഞ്ഞാൽ മതി. ഈ വൈദ്യന്മാർ ഇത്രയും വർഷം ഈ സ്ത്രീയെ ചികിത്സിച്ചിട്ട് ഇവർക്ക്
ഇവളെ സൗഖ്യമാക്കാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം ചികിത്സാ പിഴവല്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. വൈദ്യന്മാർ കഴിവില്ലാത്തവരായതുകൊണ്ടാണെന്നും ഞാൻ കരുതുന്നില്ല. കാരണം പഴയ നിയമകാലത്തും ചികിത്സയുണ്ട്, പുതിയ നിയമകാലത്ത് ക്ലിനിക് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് പല വൈദ്യന്മാരാലും ഏറിയോ ഒന്ന് സഹിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. പഴയ നിയമകാലത്ത് ആയുർവേദ ചികിത്സ പോലെയുള്ള ചികിത്സാ രീതികളുണ്ടായിരുന്നു. അതല്ലേ പ്രവാചകൻ പറഞ്ഞത്, ഗിലെയാദിൽ വൈദ്യനില്ലയോ, അവിടെ തൈലമില്ലയോ? അപ്പം വൈദ്യനും തൈലവും കുഴമ്പും തിരുമലും ഒക്കെ പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്നു. പുതിയ നിയമകാലം വന്നപ്പോൾ ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു, വൈദ്യന്മാരുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ വാക്യത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതൊക്കെ കുറച്ച് വിശദീകരണ യോഗ്യമായ ഭാഗങ്ങളാണ്, പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ വൈദ്യന്മാർക്ക് ഈ രോഗം ചികിത്സിക്കാൻ കഴിയാതെ പോയത് ഇവളുടെ രോഗത്തിൻ്റെ പിൻപിൽ ഒരു രോഗാണുമല്ല, ഒരു ബാധയാണ്. ഈ എക്സ്റേക്കകത്തോ MRI സ്കാനിനകത്തോ ബാധ തെളിയത്തില്ല. എന്നാൽ അഗ്നിജ്വാലക്കത്ത കണ്ണുള്ളവൻ്റെ മുൻപിൽ, ഗ്ലോറി ഹല്ലേലൂയ, അഗ്നിജ്വാലക്കത്ത കണ്ണുള്ളവൻ്റെ മുൻപിൽ നിന്നെ അലട്ടുന്ന പ്രശ്നത്തിൻ്റെ കൃത്യമായ കാരണം അവന് മനസ്സിലാവും. ആ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു, ആ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ മുച്ചോടെ മുടിക്കുന്ന, ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന, നിങ്ങളെ അലയുമാറാക്കുന്ന ഒരു ബാധ, അത് ഏത് ദിക്കിൽ നിന്ന് വന്നതായാലും, അത് ഏത് ഏരിയയിൽ നിന്ന് വന്നതാണെങ്കിലും, ഇന്ന് രാത്രി അതിൻ്റെ മേൽ ജയം നൽകാൻ കഴിവുള്ളവൻ ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. സകല നാമത്തിനും മേലായ യേശുവിൻ്റെ നാമത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ വിശദീകരണം കുറച്ചിട്ട് ഒരു ചിന്ത കൂടെ പറയണേ. എനിക്ക് കർത്താവിൻ്റെ ദാസൻ്റെ ചെറിയ കൺസെഷൻ തന്നിട്ടുണ്ട്. ഒരു ചിന്ത കൂടെ. എനിക്ക് സംശയം തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഈ സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടു, രക്ഷപ്പെടുമെന്ന് പറഞ്ഞു, തൊട്ടു, അറിഞ്ഞു, ആള് രക്ഷപ്പെട്ടു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസത്തിലേക്ക് വന്നു. ഇപ്പോഴാണ് ചിലർക്ക് ചിരി വന്നത്. ആ സഹോദരി വന്നേ. പക്ഷേ നിങ്ങൾ ഈ അധ്യായം പഠിക്കണം, ആ സഹോദരിയെ പിന്നെ കണ്ടിട്ടില്ല. സഹോദരി മുങ്ങി. എന്തായിരിക്കും? ഇത്രയും കാലം നാട്ടുകാരെല്ലാം അറിയുക രക്ഷയ്ക്ക് വേണ്ടി കാശും കൊണ്ട് നടന്ന് കറങ്ങിയെന്നാണ്. 5 നയ പൈസയുടെ ചിലവില്ലാതെ രക്ഷപ്പെട്ടതാ. പക്ഷെ ആൾ മുങ്ങി. അതിൻ്റെ കാര്യം എന്നാ? ഈ സഹോദരിക്കറിയാം താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന മതവും കൂട്ടായ്മയും അവർക്കൊരു പ്രശ്നമാണ്. കാരണം കൊച്ചപ്പനുണ്ട്, കൊച്ചമ്മയുണ്ട്, അമ്മാച്ചനുണ്ട്, അമ്മായിയുണ്ട്, പിന്നെ സകല ബന്ധുക്കളുമുണ്ട്. ഇവരെ പേടിച്ച് രക്ഷപ്പെട്ട സഹോദരി മുങ്ങി. ഹല്ലേലൂയ. പക്ഷേ എനിക്കിവിടെ അത്ഭുതം എന്നറിയോ? നിങ്ങൾ നോക്കണം. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നുള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം. അപ്പം മനസ്സുള്ളവനോട് യേശു ചോദിക്കുകയാണ്, മനസ്സുണ്ടോന്ന്. എന്താ മനസ്സിലായി? അതിനകത്തെ വചനം അറിയാവുന്നവർക്ക് അതിൻ്റെ ഉത്തരം പിടികിട്ടിക്കാണും. ഈ മനുഷ്യനോട് മനസ്സുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഇയാളുടെ കണ്ണിപ്പോഴും കുളത്തിലിറങ്ങുന്നവനാണല്ലോ സൗഖ്യം. എടോ, കുളത്തിലിറങ്ങുന്നവനാ സൗഖ്യം. അവിടുത്തെ സിസ്റ്റം അതാ. പക്ഷെ ഞാൻ വന്നത് കുളത്തിലിറക്കാതെ നിന്നെ സൗഖ്യമാക്കാനാ. അതിനു മനസ്സുണ്ടോന്നാ യേശു ചോദിച്ചത്. നിലവിലുള്ള സിസ്റ്റം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതിനു മനസ്സുണ്ടോ? എനിക്കതൊക്കെ ഒന്ന് വിശദീകരിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാൽ കൊള്ളാമെന്നൊക്കെ ആവേശമുണ്ട്. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പൊ തൊട്ടതാരെന്നറിയാമായിട്ടും
തൊട്ടതാരെന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ഈ അധ്യായം കൃത്യമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്നാണെന്നറിയോ? ഇതിനകത്തൊരു ചെറിയ, യേശു അങ്ങനെ ചോദിച്ചതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാണല്ലോ സൗഖ്യമായത്. ഈ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ടുമില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്നൊരു വാക്ക് ഈ സഹോദരി പറഞ്ഞിട്ടില്ല. അതിനു മുമ്പേ മുങ്ങി. അപ്പോൾ യേശുവിന് അതിനകത്ത് ഒരു പന്തികേട് മണത്തിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയോ? യേശുവായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. വസ്ത്രത്തെ തൊട്ടപ്പോഴാണ് സൗഖ്യമായത്. എൻ്റെ ഭാവനയാണ്, ലോജിക്കാണെങ്കിൽ എടുത്താൽ മതി. കർത്താവിന് മനസ്സിലായി ഈ സിസ്റ്റർ ഒരു പുതിയ സഭ തുടങ്ങും. എന്നാന്നറിയോ? കാരണം ഇവള് പറയും, അന്ന് ആ തിരക്കിനിടയ്ക്ക് ഞാൻ പോകുന്ന പോരിച്ചിക്ക് ആ ഈശോ മശിഹായുടെ തിരുവസ്ത്രത്തിൻ്റെ ഒരു ചെറിയ മൂല ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ആ തിരുവസ്ത്രത്തെ സ്പർശിച്ചാൽ എല്ലാവർക്കും വരാം. ഭയങ്കര അങ്ങനെയുള്ളിടത്താ കാശ് വീഴുന്നത്. ചിലരെന്നെ കണ്ണു മിഴിച്ച് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറ. യോഗം കഴിയുമ്പം പറഞ്ഞാലും മതി. അതെ, യെസ്. കാരണം വസ്ത്രം തൊട്ടപ്പോഴാണ് രക്ഷപ്പെട്ടത്. അപ്പൊ അവൾ എന്തിനെ വലുതായി കാണും? വസ്ത്രത്തെ വലുതായി കാണും. യേശുവിന് മനസ്സിലായി ഒരു തെറ്റായ സുവിശേഷം ഇവിടെ പിറക്കാനുള്ള സാധ്യതയുണ്ട്. തൊട്ടതാരെന്ന് യേശു ചോദിച്ചതിൻ്റെ അർത്ഥം അതാ. എന്ന് പറഞ്ഞാൽ വസ്ത്രസ്പർശനത്തിലൂടെയോ വസ്ത്രദർശനത്തിലൂടെയോ അല്ല രക്ഷ. രക്ഷകനിലൂടെ മാത്രമാണ്. അത് യേശു പറയുന്നുണ്ട്. വസ്ത്രത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോഴല്ല അവൾ രക്ഷപ്പെട്ടത്. അത് യേശു പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പോൾ വസ്ത്രമല്ല അവിടെ ഈ സ്ത്രീയെ വിടുതലിലേക്ക് നയിച്ചത്, യേശുവിൽ നിന്ന് പുറപ്പെട്ട ആ രക്ഷണ്യ ശക്തിയാ. എന്ന് പറഞ്ഞാൽ സകല ബാധകളെയും സകല ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിയാൻ കഴിവുള്ള ആ രക്ഷണ്യ ശക്തി അത്രേ യേശുവിൽ നിന്ന് പുറപ്പെട്ടത്. ഇന്ന് രാത്രി ദൈവമക്കളെ, ആ രക്ഷകന്റെ നാമം ഈ ദേശത്ത് മഹത്വപ്പെടുന്നുണ്ട് കേട്ടോ. ആരൊക്കെയോ ഈ സത്യം ഈ രാത്രി തിരിച്ചറിയുന്നുണ്ട്. കുടുംബങ്ങളിലേക്ക് ഈ വചനം അതിവേഗം പാഞ്ഞു ചെല്ലുന്നുണ്ട്. രക്ഷ പ്രാപിപ്പാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഒന്ന് ഉറക്കെ പറഞ്ഞോട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ആമേൻ. കേട്ടു, പറഞ്ഞു, തൊട്ടു, അറിഞ്ഞു. ഈ ചെറുതന കൺവെൻഷൻ കഴിയുമ്പോൾ യേശുവിൻ്റെ രക്ഷയും വിടുതലും അനുഭവിച്ചറിഞ്ഞ കുടുംബങ്ങൾ, ആത്മാക്കൾ മുമ്പോട്ട് വരട്ടെ. അത് വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കൾ? അപ്പോൾ പ്രിയരെ, നമ്മുടെ ഈ കർത്താവിനെ ഒന്നുകൂടെ ഒന്ന് ഉയർത്താൻ പോവാം. ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എത്ര വർഷം പഴക്കമുള്ള വിഷയമായിക്കൊള്ളട്ടെ, വിടുവിപ്പാൻ യേശു ശക്തനാണ്. വിടുവിപ്പാൻ യേശു ശക്തനാണ്. ഇതിനകത്തിരിക്കുന്ന ചിലരെയും ഞാൻ ആത്മാവിൽ വിവേചിച്ചെന്ന് പറയട്ടെ. ചില പ്രശ്നങ്ങൾ വിടാതെ പിന്തുടരുന്നുണ്ട്. പക്ഷേ ചികിത്സിക്കുമ്പോൾ, ടെസ്റ്റ് ചെയ്യുമ്പോൾ രോഗത്തിൻ്റെ കാരണമൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു നിത്യരോഗിയെപ്പോലെ ചിലരെ ആക്കി തീർത്തിരിക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രി യോഗത്തിൽ അഴിഞ്ഞു മാറണം. അത് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിന്നാട്ട്, പ്രാർത്ഥനയോടെ. ഇതാർക്കും പോകാനുള്ള സമയമല്ല. നമ്മൾ 5 മിനിറ്റിനകം ഈ യോഗം അവസാനിപ്പിക്കും. ഹല്ലേലൂയ. ഇന്നു രാത്രി ഈ യേശുവിൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ നെറുക മുതൽ പാദം വരെ ഒരസാധാരണ ബലം
എൻ്റെ ശരീരത്തിൽ വേണം, എൻ്റെ ആത്മാവിൽ വേണം. ഒരു വിടുതൽ കൊതിച്ചാണ് ഞാൻ ഇതിനകത്തിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്.